രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം ചരിത്രമായി. പേരുകൾ സംസ്കൃതത്തിലാക്കുന്നതിനൊപ്പം അവയിലെ വിവിധ വ്യവസ്ഥകളിലും മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ പുത്തൻ പരിഷ്കാരങ്ങൾക്കെതിരെ കൊളോണിയൽ നിയമങ്ങളുടെ പൊളിച്ചെഴുത്തെന്ന പേരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് നിയമവിദഗ്ധരും പ്രതിപക്ഷവും ഉയർത്തുന്നത്. അതിന് പിന്നിൽ എന്താണ് എന്ന് നോക്കാം. അഡ്വക്കേറ്റ് ടി അസഫ് അലി ചേരും. ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ 146 അംഗങ്ങളെ പുറത്താക്കി ചർച്ച കൂടാതെ, രാജ്യത്തൊരു സ്ഥലത്തും ചർച്ച കൂടാതെ ധൃതിപ്പെട്ടുണ്ടാക്കിയൊരു നിയമമാണ്. നിയമം പരിശോധിക്കുമ്പോൾ ആ നിയമത്തിൽ കടന്നുകൂടിയിരിക്കുന്ന പല വ്യവസ്ഥകളും ജനവിരുദ്ധമാണ് എന്ന് മനസ്സിലാവും. ജനവിരുദ്ധവും ജനാധിപത്യ അവകാശങ്ങൾക്കെതിരെയുള്ളൊരു ശിക്ഷാ നിയമവും അതോടൊപ്പം തന്നെ അവ്യക്തതകളാണ് നിയമത്തിൽ മുഴുവനായി കാണാൻ സാധിക്കുന്നത്. ഉദാഹരണമായി വളരെ ആകർഷകമായി പറയുന്ന ഒരു വിഷയം, സാമൂഹ്യ സേവനം ഒരു ശിക്ഷയായി പഴയ IPC ഉണ്ടായിരിക്കുന്നത് വധശിക്ഷ, ജീവപര്യന്തം, കഠിന തടവ്, സാധാരണ തടവ്, വസ്തു ജപ്തി ചെയ്യൽ, പിഴ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിലിപ്പോൾ സാമൂഹ്യ സേവനം കൂടി ചേർത്തു. പക്ഷേ സാമൂഹ്യ സേവനം എവിടെയും നിർവചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. എന്താണ് സോഷ്യൽ സർവീസ്? നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നെ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ഇന്ത്യൻ പീനൽ കോഡിൽ 303 വകുപ്പാണ് ശരിക്കും വധശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഒരു കുറ്റം. അത് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ, ഒരു കൊലപാതക കുറ്റം ചെയ്താൽ അയാൾക്ക് വധശിക്ഷ നൽകണം. ആ വധശിക്ഷ പോലും നൽകുന്നത് സാധാരണഗതിയിൽ ഒരു റൂട്ടിനായി കൊടുക്കാൻ പറ്റില്ല. വധശിക്ഷ നൽകണമെങ്കിൽ അതിൽ അപൂർവങ്ങളായ ഒരു കുറ്റകൃത്യമായിരിക്കണം. ആ പ്രതി ജീവിക്കുന്നത് സമൂഹത്തിന് ഭീഷണിയായിരിക്കണം എന്നാണ് സുപ്രസിദ്ധമായ ബച്ചൻ സിംഗ് കേസിലും മറ്റ് പല വിധിന്യായങ്ങളിൽ ആ ബച്ചൻ സിംഗ് കേസ് ആവർത്തിച്ച് പറഞ്ഞതാണ്. പുതിയ ന്യായസംഹിതയിൽ 3-4 കുറ്റങ്ങൾക്ക് വധശിക്ഷ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി വിധി ഇവിടെ പോയി? സുപ്രീം കോടതി വിധിയെക്കുറിച്ചൊന്നും യാതൊരു ഗാർഹികവുമില്ലാതെയാണ് നിയമമുണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു ശിക്ഷ ചില കാര്യത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതിലുണ്ടായ പോരായ്മകൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് 163 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഇന്ത്യൻ പീനൽ കോഡിൽ അനാസ്ഥയാൽ പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുന്നത് 6 മാസവും 1000 രൂപ പിഴയോ 6 മാസം തടവുമായിരുന്നു. 163 വർഷം കഴിഞ്ഞ് 2023 നിയമമുണ്ടാക്കിയപ്പോൾ ആ പിഴസംഖ്യ 1000 രൂപ തന്നെയാണ്. അപ്പം അത് സൂചിപ്പിക്കുന്നത് എന്താണ്? 163 വർഷങ്ങൾക്ക് മുമ്പ് പിഴശിക്ഷ നിശ്ചയിക്കുന്നു പൊതുസ്ഥലത്ത് അനാസ്ഥയോടുകൂടി, അശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചാൽ. അപ്പോൾ പിഴശിക്ഷ കണക്കാക്കുന്നതിൽ ഒരു രീതിയിലുള്ള മൈൻഡ് അപ്ലിക്കേഷനും ഉണ്ടായിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടിത കുറ്റകൃത്യമെന്നും നിസ്സാര സംഘടിത കുറ്റകൃത്യമെന്നും പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. സംഘടിത കുറ്റകൃത്യത്തിൽ ചേർത്തിരിക്കുന്ന ചില കുറ്റങ്ങൾ, ഉദാഹരണമായി ഭൂമി കയ്യേറ്റം, ലാൻഡ് ഗ്രാബിംഗ്, അത് സംഘടിത കുറ്റകൃത്യമാണ്. മിനിമം 5 വർഷം കഠിന തടവാണ്. അപ്പോൾ ഇടുക്കിയിലെ ശരിക്ക് ഈ ലാൻഡ് ഗ്രാബിംഗ് എന്ന് പറയുന്നത് ഒരു സിവിൽ ഡിസ്പ്യൂട്ടിൻ്റെ നേച്ചറാണത്. അതെങ്ങനെയാണ് ഒരു സംഘടിത കുറ്റകൃത്യത്തിൻ്റെ കാറ്റഗറിയിൽ വന്ന് 5 വർഷം ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ നൽകുന്ന കുറ്റമായി വരിക? എന്നാൽ നിസ്സാര സംഘടിത കുറ്റകൃത്യത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന വിചിത്രമായ കാര്യം, പൊതുപരീക്ഷയുടെ ചോദ്യക്കടലാസ് വിൽപ്പന നൽകുന്നത് അതൊരു ഒഫൻസാണ്. അത് നിസ്സാര സംഘടിത കുറ്റകൃത്യമാണ്. ശരിക്കതാണോ? ഇപ്പം നീറ്റ് പരീക്ഷ ക്രമക്കേടെന്നെല്ലാം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഭാവിയെ അപകടപ്പെടുത്തിയ കുറ്റകൃത്യമാണ്. നമ്മളെ പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ 112 വകുപ്പ് അനുസരിച്ച് അതൊരു നിസ്സാര സംഘടിത കുറ്റകൃത്യമാണ്. അതിൻ്റെ ഒഫൻസ്
1 ഇയറാണ്. എന്നാൽ ഈ അതുപോലെ നിസ്സാര സംഘടിത കുറ്റകൃത്യങ്ങളിൽ ചേർത്തിരിക്കുന്ന പല കുറ്റങ്ങളും നമുക്ക് ഒരു കാരണവശാലും അതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷ തികച്ചും അപര്യാപ്തമാണ്. കാരണം നമ്മളെല്ലാം അതിൻ്റെ വിക്ടിംസാണ്. അതേപോലെ തന്നെ കാണാൻ സാധിക്കുന്ന മറ്റ് നടപടിക്രമത്തിൽ ഒരുപാട് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. 0 FIR ആണ്. 0 FIR എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് കുറ്റകൃത്യം നടന്നാലും, ഏത് പോലീസ് സ്റ്റേഷൻ, ആസാമിൽ കുറ്റകൃത്യം നടന്നാൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യാം. അതിന് വല്ല സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരുകൾ പോലീസ് സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഒരു സംവിധാനവും ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് മുതൽ ആയിരക്കണക്കിന് FIRകളുടെ പ്രവാഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഫ്ലഡ് ഗേറ്റ്സ് തുറന്നു വിടുമ്പോൾ നമ്മുടെ പോലീസുകാർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. അപ്പം ശരിക്കും നീതി നിഷേധമാണ് ഈ ധൃതിപ്പെട്ട് മുന്നൊരുക്കങ്ങളില്ലാതെ. മാത്രമല്ല, ഒരു കേസന്വേഷണം നടത്തണമെങ്കിൽ 2 ആഴ്ച 3 വർഷത്തിന് മുകളിൽ 7 വർഷത്തിന് താഴെ കുറ്റമുള്ള ഒരു കുറ്റകൃത്യം സംബന്ധിച്ച് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയതും 73-ൽ നമ്മൾ പുതുക്കിയതുമായ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 154-ാം വകുപ്പിന് സമാനമായി ഒരു വകുപ്പ് എഴുതി ചേർത്തിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊഗ്നിസിബിൾ ഓഫൻസിനെ കുറിച്ച് നമ്മൾ പരാതി കൊടുത്താൽ അതിൽ അന്വേഷിക്കാൻ 2 ആഴ്ച പ്രിലിമിനറി എൻക്വയറി, പ്രാഥമിക അന്വേഷണം. സുപ്രീം കോടതിയുടെ സുപ്രസിദ്ധമായ ലളിതകുമാരി കേസിൽ പറഞ്ഞ എന്താണ്? ഒരു കൊഗ്നിസിബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ചില എക്സംഷൻസ് കൊടുത്തു. ഇപ്പോൾ അഴിമതി നിരോധന നിയമം, അല്ലെങ്കിൽ കുടുംബ കലഹങ്ങൾ, പിന്നെ വാണിജ്യ വ്യവസായ തർക്കങ്ങൾ, അത്തരം കുറച്ച് കേസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും പോലീസ് സ്റ്റേഷനിൽ വാക്കാലോ പരാതി മുഖാന്തരമോ ടെലിഫോൺ മുഖാന്തരമോ വിവരം കൊടുത്താൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള വ്യവസ്ഥയാണ്. 2 ആഴ്ച പോലീസിന് അത് പ്രാഥമിക അന്വേഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിക്ക് രക്ഷപ്പെടാം, കേസ് അട്ടിമറിക്കാം, തെളിവ് നശിപ്പിക്കാം. അപ്പോൾ കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതിക്ക് രക്ഷപ്പെടാനും നമ്മുടെ നിയമത്തിൽ തന്നെ വ്യവസ്ഥ എഴുതി വച്ചിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലീസ് പരാതി രജിസ്റ്റർ ചെയ്യുന്നില്ലാത്തൊരു സ്ഥിതി വന്നാൽ ഒരു പൗരനുള്ള ഏക അഭയം മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുക്കലാണ്. അതിനും ഒരു കടമ്പ എഴുതി വച്ചിരിക്കുന്നു. എന്താണ്? മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്താൽ പരാതിക്കാരനെ വിസ്തരിച്ച് സാക്ഷിയെ വിസ്തരിച്ച് മജിസ്ട്രേറ്റിന് പ്രഥമ ദൃഷ്ടിയ അതിൽ തെളിവുണ്ടെന്ന് കണ്ടാൽ പ്രതിക്ക് സമൻസ് അയക്കാം, കോഗ്നിസൻസ് എടുക്കാം. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്ന പഴയ CRPC അതിൽ പുതിയൊരു വകുപ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പരാതി കിട്ടി, പരാതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനെ വിസ്തരിച്ച് സാക്ഷികളെ വിസ്തരിച്ച് പ്രഥമ ദൃഷ്ട്യ കേസ് ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലും പ്രതിയെ കേൾക്കാൻ ഒരവസരം കൊടുക്കണം. പ്രതിക്ക് സമൻസ് അയക്കാൻ പ്രതിയെ കേൾക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥ തികച്ചും തെറ്റാണ്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. യെസ്, അങ്ങനെ നിയമവിദഗ്ധരും പ്രതിപക്ഷമൊക്കെ ഈ വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങളിലെ ചില പോയിന്റുകൾ ഗ്രാഫിക്സ് സഹായത്തോടെ നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം. പ്രധാന മാറ്റങ്ങൾ ഇതാണ്. പേരുകളിലടക്കം മാറ്റം വരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടും. ക്രിമിനൽ നടപടി ചട്ടം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നറിയും. ഇന്ത്യൻ തെളിവ് നിയമം ഭാരതീയ സാക്ഷ്യ നിയമം എന്ന പേരിലുമായിരിക്കും അറിയപ്പെടുന്നത്. ഇനി ഭീകരപ്രവർത്തന കുറ്റത്തിന് കീഴെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, സുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നിവയെ വെല്ലുവിളിക്കുന്ന ഏത് പ്രവർത്തനവും അതിന് കീഴിലാണ് വരിക. പൊതുസേവകരെ വധിക്കുന്നതും അതിന് ശ്രമിക്കുന്നതും നോട്ട് നിർമ്മാണവും കടത്തലും വസ്തുവകൾ തകർക്കലുമൊക്കെ ഈ വകുപ്പിന് കീഴിലാണ് വരിക. അതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ വരെ ലഭിക്കാം. ഒപ്പം തന്നെ പരോളില്ലാത്ത തടവ് ശിക്ഷയും ഇതിന് കീഴിൽ വരും. ഇനി നോക്കൂ, കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും വകുപ്പുണ്ടാകും.
അതും ഇതിന് കീഴിൽ വരികയാണ്. ഇനി മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വേഗത്തിൽ നോക്കിയാൽ, അപകീർത്തി കേസ്, ഒപ്പം 5000 രൂപയിൽ താഴെയുള്ള മോഷണ കേസ് തുടങ്ങിയ താരതമ്യേന ചെറിയ കുറ്റങ്ങളിലൊക്കെ സാമൂഹ്യ സേവനം പോലെയുള്ള ശിക്ഷകൾ കൊണ്ടുവരുമെന്നുള്ളതാണ്. പക്ഷേ സാമൂഹ്യ സേവനം പോലെയുള്ള ശിക്ഷകൾ എന്ന് പറയുമ്പോഴും അത് ഏത് തരത്തിലാണ് എന്ന് നിർവചിക്കുന്നില്ല. അതാണ് പ്രധാന വിമർശനമായി ഉയർത്തിക്കാട്ടുന്നത്. ഒപ്പം ജാതി, മതം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ജീവപര്യന്തമോ വധശിക്ഷയോ വരെ ലഭിക്കാവുന്ന കുറ്റമാകും. ഇനി കുറ്റകൃത്യങ്ങളിൽ ഇരയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇരയാകുന്നവർക്ക് അഭിപ്രായം പറയാനും വിവരം ലഭിക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമുള്ള അർഹത അവകാശമായി പുതിയ നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു. ഒപ്പം ചെറിയ കുറ്റകൃത്യങ്ങൾ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമായും മാറിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ആൾനാശമുണ്ടായാൽ വധശിക്ഷയോ ജീവപര്യന്തമോ ശിക്ഷ ലഭിക്കും. ഒപ്പം തന്നെ 10 ലക്ഷം രൂപയിൽ കുറയാതെ പിഴയും അടയ്ക്കേണ്ടി വരും. ഇനി ഇവരെ സഹായിക്കുന്നവർക്കും, ഇങ്ങനെയുള്ള പ്രതികളെ സഹായിക്കുന്നവർക്കും കടുത്ത ശിക്ഷയുണ്ടാകുമെന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ഒപ്പം FIR രാജ്യത്ത് എവിടെ നിന്നും രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കേരളത്തിലൊരു കേസ് ഉണ്ടായാൽ അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റെവിടെ നിന്നും നമുക്കത് പരാതി നൽകാം. ചിലപ്പോഴും ഈ സ്റ്റേഷനിലൊക്കെ ചെല്ലുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം നേരിടുന്നത് ഈ സ്റ്റേഷൻ പരിധിയിലല്ല എന്ന മറുപടികളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, രാജ്യത്ത് എവിടെ നിന്നും ഏത് കേസും രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം കുറ്റപത്രം 90 ദിവസത്തിനകം നൽകിയിരിക്കണം. ഈ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി എന്നാണ് ഇതിൽ വിശദീകരണം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം 90 ദിവസത്തിനകം നൽകണം. എല്ലാ കേസുകളിലും അന്വേഷണം 6 മാസത്തിനകം തീർക്കണം. നമ്മുടെ രാജ്യത്ത് എത്രയോ കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വേഗത്തിലുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടിയാണ് ഈ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് എന്നാണ് നിയമം പറയുന്നത്. അപ്പം വിചാരണ പൂർത്തിയായാൽ 30 ദിവസത്തിനകം വിധി പറയണമെന്നും വ്യവസ്ഥയുണ്ട്. അപ്പം സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വകുപ്പുകൾ നൽകുന്നുണ്ട്. നിയമത്തിൻ്റെ പരിരക്ഷ നൽകുന്ന ധാരാളം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന പുതിയ അധ്യായം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക മുതലെടുപ്പിനും ശിക്ഷയ്ക്കും വ്യവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി ഇത്തരം കേസുകളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മാറ്റം. ഒപ്പം കൂട്ടബലാത്സംഗ കേസുകളിൽ കുറഞ്ഞത് 20 വർഷമോ ജീവപര്യന്തമോ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥ കൂടി നിലവിൽ വന്നിരിക്കുന്നു. ഒപ്പം തീവ്രവാദ കുറ്റത്തിനും പുതിയ നിർവചനം വന്നിരിക്കുകയാണ്. അതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. വധശിക്ഷയോ പരോൾ ഇല്ലാതെ ജീവപര്യന്തം തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാക്കിയിരിക്കുന്നു. ഒപ്പം പൊതുസ്ഥാപനങ്ങളോ സ്വകാര്യ സ്വത്തോ തകർക്കുന്നതും വകുപ്പിൻ്റെ പരിധിയിൽ വരും. ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ്. അപ്പോൾ അത് മാത്രമല്ല, സായുധ വിമത പ്രവർത്തനം, വിഘടനവാദം, രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വകുപ്പിൻ്റെ പരിധിയിലാണ് വരിക. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞതനുസരിച്ചുള്ള കേസുകളൊക്കെ ഡൽഹിയിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ വിമർശനങ്ങൾ നിയമവിദഗ്ധരുടെയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതോടെ